സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഇനി മോള് എപ്പോഴും സ്റ്റെയർ കയറി ഇറങ്ങി ഒന്നും ചെയ്യണ്ട. ഇവിടെ താഴെ എൻ്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ. വിദ്യ ഇന്ദ്രനെ പാളി നോക്കിക്കൊണ്ട് ചക്കിയോടായി പറഞ്ഞു. അത് കേട്ട് അപർണ വിഷമത്തോടെ വിദ്യയെ നോക്കി. ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾ എൻ്റെ കൂടെ കിടന്നോളും. സ്റ്റെയറിന്ന് അവൾ കയറി ഇറങ്ങുകയും ചെയ്യാതിരുന്നാൽ പോരെ. ഞാനത് നോക്കിക്കോളാം. ഞാൻ അവളെ എടുത്തുകൊണ്ട് പോവേ താഴേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തോളാം, ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് വിദ്യയെ ഇന്ദുവും ചിരിച്ചു. എനിക്കല്ലെങ്കിലും എൻ്റെ മോനെ അറിയില്ലേ, നീ ചക്കിയില്ലാതെ കിടക്കാൻ പോയില്ലെന്ന്. അന്ന് പൂജക്ക് വ്രതമെടുക്കാൻ വേണ്ടി 2 മുറി കിടക്കാൻ പറഞ്ഞിട്ട് പോലും അനുസരിക്കാതെ അവളുടെ കൂടെ പോയി കിടന്നവനല്ലേ നീ. വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ ഇന്ദുവിനെ ചൂഴ്ന്നു നോക്കി. നീ അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഇന്ദ്ര. അവളല്ല എന്നോട് പറഞ്ഞത്. ഞാൻ തന്നെ ഒരു ദിവസം കണ്ടതാ നീ ഇവളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങണത്. വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവരെ നോക്കി ചമ്മി ഒരു ചിരി നൽകി. അതേ, കതക് ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചമ്മി നിൽക്കേണ്ടി വരും. കേട്ടോടെ ചേർക്കാം. വിദ്യ ഇന്ദ്രൻ്റെ ചെവിയിൽ പിടിച്ച് കിഴുക്കിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ട് ഇന്ദു അപർണയും ചിരിച്ചു. മതി, ഇനി അധികം നേരം ഇങ്ങനെ ഇരിക്കണ്ട. നീ നിൻ്റെ ചക്കിയെ കൊണ്ട് മുറിയിലേക്ക് പോയിക്കോ. മോളൊന്ന് കിടക്കട്ടെ. വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവൻ്റെ ചക്കിയെ കയ്യിൽ കോരിയെടുത്തു. എൻ്റെ ചിത്തേട്ടാ, അപ്പച്ചി നേരത്തെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ കൂർപ്പിച്ച് നോക്കി. അത് നീയാണ് തീരുമാനിക്കുന്നത്. നീ ഇനി സ്റ്റെപ്പൊന്നും കയറുക ഇറങ്ങിയൊന്നും വേണ്ട. നിന്നെ ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അപർണയെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി. ഈ ചിത്തേട്ടൻ്റെ ഒരു കാര്യം. അപർണ ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അപർണയെ ബെഡിലേക്ക് പതുക്കെ കിടത്തിയിട്ട് ഇന്ദ്രനും അവളോടൊപ്പം തന്നെ കിടന്നു. എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കാണണം. ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ മിഴിച്ചു നോക്കി. എത്ര നേരമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ കൊതിക്കുന്നതെന്ന് നിനക്കറിയോ? വീട്ടിൽ വന്നിട്ട് കാണാലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴോ അമ്മയും അപ്പി ഇന്ദുവും കൂടെ പൊതിഞ്ഞു പിടിച്ചിരിക്കുമല്ലേ. ഇത്രയും നേരം ഈ പാവം ഞാൻ എൻ്റെ കുഞ്ഞിപ്പൂച്ചയെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് പൊക്കിയിട്ട് അവളുടെ വയറിൽ ചുംബിച്ചു. കുഞ്ഞിപ്പൂച്ചേ, നിൻ്റെ അച്ഛയാടാ. ഇന്ദ്രൻ അവളുടെ വയറിൽ മുഖം ചേർത്ത് വച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അപർണ ഉറക്കെ ചിരിച്ചു. ദേ, നിൻ്റെ അമ്മ അച്ഛയെ കളിയാക്കി ചിരിക്കുന്ന കണ്ടോ? എൻ്റെ കുഞ്ഞിപ്പൂച്ച വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം നമുക്ക് 2 ആക്കും കൂടി ഈ ചക്കിപ്പൂച്ചയെ കളിയാക്കാൻ. ഇന്ദ്രൻ പറയുന്നത് കേട്ട് അപർണ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. ആഹ്, എനിക്ക് നൊന്ത് ചക്കി. ഇന്ദ്രൻ എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം അവളെ കൂർപ്പിച്ചു നോക്കി. നോവാൻ വേണ്ടി തന്നെയാണ് ഞാൻ മുടി പിടിച്ചു വലിച്ചത്. അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ ചൂഴ്ന്നു നോക്കി. എനിക്ക് കുഞ്ഞിപ്പൂച്ചയല്ല, ജിത്തേട്ടനെ പോലെ ഒരു കുഞ്ഞി സഖാവിനെയാണ് വേണ്ടത്. അപർണ ചിലുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതേ, എങ്കിലേ എനിക്ക് നിന്നെപ്പോലെ കുറുമ്പും കുസൃതിയുള്ള ഒരു കാന്താരിയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതെൻ്റെ കുഞ്ഞിപ്പൂച്ച തന്നെയാണ്. ഇന്ദ്രൻ അവളുടെ വയറിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാൽ അടുത്തത് എനിക്കൊരു കുഞ്ഞു സഖാവിനെ തരണം ജിത്തേട്ടാ. അപർണ നാണത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണെ സഖാവിനെ? ഇന്ദ്രൻ അപർണയുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. അതേലോ, ഈ സഖാവിന് ഈ പീലിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ഈ ചക്കിക്ക് അവളുടെ ജിത്തേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ജിത്തേട്ടാ. നിങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത് പോലും. ജിത്തേട്ടൻ്റെ ഓരോ നോട്ടത്തിലും ഭാവത്തിലും അലിഞ്ഞു ചേരാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപർണ പ്രണയത്തോടെ ഇന്ദ്രനെ നോക്കി പറഞ്ഞു. അവളുടെ ഓരോ വാക്കുകളും തൻ്റെ ഹൃദയത്തിൽ പതിയുന്നതായി ഇന്ദ്രന് തോന്നി. തന്നെ ഇത്രത്തോളം പ്രണയിക്കുന്ന തൻ്റെ ചക്കിയെ കാണുന്തോറും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു തൊളുണ്ട്. ഇന്ദ്രൻ അവളുടെ മുഖം മുഴുവൻ തൻ്റെ പ്രണയചുംബനം നൽകി. അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കടത്തി. എൻ്റെ ചക്കിപ്പൂച്ചയുടെ ആഗ്രഹം പോലെ തന്നെ അടുത്ത് നമുക്കൊരു കുഞ്ഞു സഖാവിനെ സെറ്റാക്കാം. ആദ്യം എൻ്റെ കുഞ്ഞിപ്പൂച്ച ഇങ്ങ് വരട്ടെ. ഇന്ദ്രൻ ചിരിയോടെ പറയുന്നത് കേട്ട് അപർണ അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തു. ചക്കി, പതുക്കെ പോ, ഓടല്ലേ. വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടുന്ന ചക്കിയുടെ പിറകെ ഇന്ദ്രനും പാഞ്ഞു.
കഴിച്ചത് മുഴുവൻ അതുപോലെ തന്നെ ഛർദ്ദിച്ച് കണ്ണ് നിറച്ച് തന്നെ നോക്കുന്ന ചക്കിയെ കണ്ട് ഇന്ദ്രൻ്റെ കണ്ണുകളും നിറഞ്ഞു. പിറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാഷ് ബേസിനിലെ പൈപ്പ് തുറന്ന് ഇന്ദ്രൻ അവളുടെ വായും മുഖവും കഴുകി കൊടുത്തു. ചക്കി, വിഷമിക്കണ്ട, ഇതൊക്കെ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയുടെ ഓരോരോ കുറുമ്പുകളല്ലേ. ഇന്ദ്രൻ അപർണയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ചക്കി പിന്നെ ശ്രദ്ധിച്ചു. ഇത്തവണ ഇന്ദ്രൻ്റെ ദേഹത്തേക്കായിരുന്നു എന്നു മാത്രം. അതുകൂടിയായതും അപർണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാൻ അറിയാതെയാ ജിത്തേട്ടാ. അപർണയുടെ ഏങ്ങലടിച്ചുകൊണ്ടുള്ള വാക്കുകൾ കേട്ടതും ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എൻ്റെ ചക്കി, നീ എന്തിനാ അതിനൊക്കെ കരയുന്നേ? ഞാൻ നിന്റെ ജിത്തേട്ടനല്ലേ. നിന്റെ ഛർദിൽ എൻ്റെ ദേഹത്ത് വീഴുന്നു കരുതി എന്തു പറ്റാനാ? ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇനി ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ? അപർണ അവളുടെ ചുമൽ കുച്ചി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ വാ, നീ കുറച്ചു നേരം കൂടി കിടന്നു, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് അപർണയുടെ വാ കഴുകി കൊടുത്ത് അവളെ കൊണ്ട് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ബെഡിന് അരികിലേക്ക് നടന്നു. ഞാൻ കാരണമില്ലേ ജിത്തേട്ടന് വീണ്ടും ഫ്രഷ് ആവേണ്ടി വന്നത്. എൻ്റെ ചക്കി, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നോർത്ത് വിഷമിക്കുന്നത് എന്തിനാ? ഒരു തവണ കൂടി ഞാൻ ഫ്രഷ് ആവുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. നീ വെറുതെ ഓരോന്ന് കണ്ടുപിടിച്ചിപ്പോൾ വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും വിഷമിക്കും കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കാതെ മര്യാദക്ക് ഇവിടെ കിടക്കാൻ നോക്കും. ഇന്ദ്രൻ ചക്കിയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ വാക്കുകളിലൂടെയും കരുതലിലൂടെയും അപർണ വീണ്ടും അറിയുകയായിരുന്നു അവരുടെ മാത്രം ജിത്തേട്ടൻ്റെ പ്രണയം. അത് അവളുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. അതിൻ്റെ പ്രതീകമായി അവളുടെ ചൊടിയിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടൊപ്പം അവളുടെ കവിളുകളിൽ വിടർന്ന നുണക്കുഴികളിലായിരുന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ. തൻ്റെ പ്രിയപ്പെട്ട അവളുടെ നുണക്കുഴികൾ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ കവിളിൽ വിരിഞ്ഞ നുണക്കുഴികളിൽ അമർത്തി ചുംബിച്ചു. നമ്മുടെ കുഞ്ഞിപ്പൂച്ചക്ക് ഇത് കാണുമോ ചക്കി? ഇന്ദ്രൻ്റെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ട് അപർണ ഉറക്കെ ചിരിച്ചു. എന്താടി, നീ എന്നെ കളിയാക്കുവാണോ? ഇന്ദ്രൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കളിയാക്കിയതൊന്നുമല്ല. ജിത്തേട്ടൻ ഇങ്ങനെ കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന പോലെ കണ്ണൊക്കെ വിടർത്തി ആകാംക്ഷയോടെ ചോദിക്കുന്ന കണ്ട് ചിരിച്ചു പോയതാ. അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ കൂർപ്പിച്ച് നോക്കി. അതെന്താ, കൊച്ചു കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ആകാംക്ഷയൊക്കെ? എനിക്കുമുണ്ട് ആകാംക്ഷയൊക്കെ, പ്രത്യേകിച്ചും നിൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ. ആണോ? ആ അതെ. എങ്കിലേ എൻ്റെ ജിത്തേട്ടൻ ഇപ്പോൾ പോയി ഫ്രഷായിട്ട് വേഗം വാ, എനിക്ക് വിശക്കുന്നുണ്ട്. അയ്യോ, ആദ്യമായിട്ടാണ് നിൻ്റെ വായിന്ന് വിശക്കുന്നുണ്ടെന്ന് കേട്ടത്. എനിക്ക് തൃപ്തിയായി. എൻ്റെ കുഞ്ഞിപ്പൂച്ച എന്തായാലും കൊള്ളാം. ഞാൻ വേഗം പോയി ഫ്രഷായിട്ട് വരാം, നീ അതുവരെ ഇവിടെ അടങ്ങിയിരിക്കും. ഇന്ദ്രൻ അവളിൽ നിന്നും അകന്നു മാറി വാഷ്റൂമിലേക്ക് നടന്നു. ആഹാ, വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നീ ഒന്നും കഴിച്ചില്ലാക്കി. അതെനിക്കിതൊന്നും കഴിക്കാൻ തോന്നില്ല ജിത്തേട്ടാ. ഇതൊക്കെ മോളുടെ ഇഷ്ടപ്പെട്ട ആഹാരമല്ലേ, അതാ അപ്പച്ചി ഇതൊക്കെ ഉണ്ടാക്കിയേ. എൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെയാണ് അപ്പച്ചി, പക്ഷേ ഇതൊന്നും എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല, അപർണ വിഷമത്തോടെ പറഞ്ഞു. എങ്കിൽ മോൾക്ക് ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നത് എന്താ അത് പറ, ഞാൻ അതുണ്ടാക്കിത്തരാം. അത് പിന്നെ അപർണ പറയാതെ പകുതിക്ക് വെച്ച് നിർത്തി. പറ ചക്കി, നിനക്ക് എന്താ വേണ്ടേ? വീട്ടിലുണ്ടാക്കി തരാൻ പറ്റാത്താണെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇത്ര നല്ല ഓഫർ കിട്ടിയിട്ട് മിണ്ടാതിരിക്കാതെ മാക്സിമം ഉപയോഗിക്ക് ചക്കി. നിനക്ക് പഠിക്കാനൊന്നുമില്ല ഇന്ദു, ഇനി എക്സാമിന് 2 ആഴ്ച കൂടിയേ ഉള്ളൂ. എനിക്ക് മാത്രമല്ലല്ലോ, ഇവൾക്കും ഇല്ല എക്സാം, അപ്പോൾ ഇവൾക്ക് പഠിക്കണ്ടേ? അവളെ ഞാൻ വൈകിട്ട് പഠിപ്പിച്ചോളാം, നീ ഇപ്പോൾ പോയി പഠിക്കും. സ്റ്റഡി ലീവ് മൊത്തം കളിച്ച് നടക്കാതെ പോയി പഠിക്കാൻ നോക്കിന്തു. വൈകിട്ട് ഇവളെ പഠിപ്പിക്കുമ്പോൾ നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കും. ഗൗരവത്തോടെ പറഞ്ഞതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അപർണ അവനെ നോക്കി ചുണ്ടു പിളർത്തി കാണിച്ചു. ഇന്ദുവാണെങ്കിൽ അവനെ നോക്കി പിറുപിറുത്തോണ്ട് ചവിട്ടി തൊള്ളിക്കൊണ്ട് മുറിയിലേക്ക് പോയി. ഇനി പറ, എന്താ ചക്കിക്ക് കഴിക്കാൻ വേണ്ടേ? വേഗം പറ. ഇന്ദ്രൻ അപർണയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വേണം. ചോക്ലേറ്റ് ഐസ്ക്രീമോ? ആ, ചോക്ലേറ്റ് ഐസ്ക്രീം. സത്യമാണോ? നിനക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നുണ്ടോ? നിനക്ക് എന്താടെ ഇറക്ക ഇത്രയും സംശയം? അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ, അവൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെന്ന്. വിദ്യ ഇന്ദ്രൻ്റെ തലയിൽ കിഴുക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മേ, അത് പിന്നെ ചക്കിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫ്ലേവറാ ചോക്ലേറ്റ്. അന്ന് ബീച്ചിൽ പോയിട്ട് ഇവൾക്ക് വേണ്ടി വാങ്ങിയ ചോക്ലേറ്റ് ഐസ്ക്രീമും ഞാനാ കഴിച്ചത്. അതാ ഞാൻ സംശയത്തോടെ ചോദിച്ചത്. അത് ഈ സമയത്തൊക്കെ അങ്ങനെയാടാ.
ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ തോന്നില്ല, ഇഷ്ടമില്ലാത്തതൊക്കെ കഴിക്കാനും തോന്നും. വിദ്യ പറയുന്ന കേട്ട് ഇന്ദ്രൻ ചക്കിയെ നോക്കിയാണോ എന്ന് ചുണ്ടനക്കിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ട് അപർണ അതേ എന്ന് തല കുലുക്കി. എന്നാൽ ഞാൻ പോയി പെട്ടെന്ന് ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാം, അതുവരെ ചക്കിതായി ഫ്രൂട്ട്സൊക്കെ ഇരുന്ന് കഴിക്കും. ഇന്ദ്രൻ അപർണയുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് അവൻ വണ്ടിയുടെ ചാവിയെടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. തുടരും.